ഹലോ ഗൈസ്, ഓട്ടോ ഫ്രാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാവരും കണ്ടിട്ടില്ലേ, നമ്മുടെ ടോക്കിംഗ് ടോം. അപ്പം ഇത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാതെ ഇതിനൊരു അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണ് ഒരു ടോക്കിംഗ് ടോമിൽ വരുന്നതെന്ന്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ടോക്കിംഗ് ടോമിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ 600-1000 രൂപ കൊടുത്ത് വാങ്ങുന്ന ടോക്കിംഗ് ടോമിനകത്ത് വരുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്നും നമുക്ക് നോക്കാം, എന്തെല്ലാം സാധനങ്ങളുണ്ടെന്നുള്ളത്. നമ്മളിതിനകത്ത് നോക്കുമ്പോൾ തന്നെ കുറേ ചെമ്പ് കളറിലെ സാധനങ്ങൾ കാണാം. അതുപോലെ തന്നെ 2 ലൈറ്റ്, മൈക്ക്, സ്പീക്കർ, അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ തന്നെ ഇതിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ബോർഡ്. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെൻസറാണ്, ടെമ്പറേച്ചർ സെൻസർ പോലെ തന്നെ. അപ്പോൾ ഇതൊരു സെൻസർ എന്ന് പറഞ്ഞ സെൻസറിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താ, സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ടോക്കിംഗ് ടോമിൻ്റെ പല ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ച് വെച്ചേക്കും. അപ്പം നമ്മളതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഐ കാണുന്നുണ്ട്, റെഡ് ലൈറ്റുകൾ, ഈ 2 ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുകയും ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കാണുന്ന മൈക്ക്, ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നേരെ ഈ പ്രോഗ്രാമിലിട്ട് ഇതിലായിട്ട് ഈ ഇൻപുട്ട് കണക്ഷനായിട്ട് വന്നിട്ട് ഇതിൽ ഈ ചെറിയ ചിപ്പിനകത്തൊരു മെമ്മറി IC പോലെ ചെറിയൊരു IC ഉണ്ട്. അപ്പോൾ ആ ICക്കകത്തോട്ട് ഇത് നമ്മുടെ ആ സംസാരം ഇതിലേക്ക് വരികയും അത് തിരിച്ച് നേരെ കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കുകയും ചെയ്യും. ഇതാണ് ടോക്കിംഗ് ടോമിനകത്ത് വരുന്ന ഫങ്ഷനുകൾ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ TV കണക്ട് ചെയ്യുന്ന ബാറ്ററിയിലെ TV യൂസ് ചെയ്യുന്ന 3 ബാറ്ററിയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ വർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം ഈ കാലിൻ്റെ ഭാഗത്തും 2 കാലിൻ്റെ ഭാഗത്തും ഇതുപോലെ ഓരോ സെൻസറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബോർഡിനകത്ത് ഈ കണക്ഷനുകൾ കാണുമ്പോൾ ഇതിനകത്തുള്ള ഈ ആദ്യത്തെ ഈ റെഡ് ഗ്രീൻ കണക്ഷനുകളെല്ലാം തന്നെ നമ്മുടെ ഈ 2 ബൾബിനെയും അതുപോലെ തന്നെ മൈക്കിനകത്തോട്ടും പോയേക്കുന്നതാണ്. ഈ യെല്ലോ കണക്ഷനും ഈ വൈറ്റ് തുടങ്ങിയ കണക്ഷനുകളെല്ലാം ഇതിൻ്റെ സെൻസറിലേക്ക് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഈ സ്വിച്ചിനകത്തു നിന്നുള്ളൊരു കണക്ഷനും മെയിൻ ബോഡിയിൽ നിന്നുള്ളൊരു കണക്ഷനുമാണ് സപ്ലൈയിലേക്ക് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ ടോക്കിംഗ് ടോം ഓൺ ചെയ്യുന്ന സമയത്ത് ഈ 3 ബാറ്ററിയിൽ നിന്നുള്ള പവർ നേരെ നമ്മുടെ ഈ ബോർഡിലേക്ക് വരും. ഈ ബോർഡ് ഇപ്പം നമ്മൾ അഡ്രിനോ അങ്ങനെയുള്ള ബോർഡുകൾ കിട്ടില്ല, അത്തരത്തിലുള്ളൊരു ചെറിയ പ്രോഗ്രാമബിൾ ബോർഡാണ്. അപ്പോൾ അതിലുള്ളൊരു ചെറിയ പ്രോഗ്രാമബിൾ ICയും കൂടെയാണത്. അപ്പോൾ ആ ICക്കകത്തോട്ട് അതിൻ്റെ സപ്ലൈ വരികയും അപ്പം ഈ സെൻസറുകളെല്ലാം ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പം അതിനുശേഷം ഈ മൈക്കിനകത്തൂടെ നമ്മൾ സംസാരിക്കുന്നത്
സെൻസ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് അത് നേരെ ഈ പ്രോഗ്രാം ബോർഡിലേക്ക് വന്നിട്ട് ഈ ICയുടെ സഹായത്തോടെ ആ പ്രോഗ്രാമിനെ വന്ന വോയിസിനെ തിരിച്ച് ഔട്ട്പുട്ടായിട്ട് ഈ സിഗ്നലുകൾ, ഈ 2 സിഗ്നൽ വയറുകളിനകത്തൂടെ നേരെ സ്പീക്കറിലേക്ക് വരും. അങ്ങനെയാണ് ടോക്കിംഗ് ടോം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കാണത്തക്ക രീതിയിൽ വലിയ വിലയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏകദേശം 150 രൂപയോളം വില വരുന്ന ഒരു പ്രോഗ്രാമബിൾ ICയാണ്. IC അതിൻ്റെ ബോർഡുമാണ്. അതുപോലെ തന്നെ ഇത് വലിയ വില വരുന്ന മൈക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പം 500-600 രൂപ കൊടുത്ത് വാങ്ങുന്ന ടോക്കിംഗ് ടോമിൻ്റെ ഉൾഭാഗത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും വില വരുന്ന സാധനങ്ങളൊന്നുമല്ല ഇതിനകത്തുള്ളതെന്ന്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ ബോർഡുകൾ, മൈക്ക്, ലൈറ്റ് അങ്ങനെയുള്ള സ്പീക്കറും സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ടോക്കിംഗ് ടോം ഉണ്ടാക്കണം. അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.